الله أكبر الله أكبر الله أكبر. ത്യാഗോജ്വലമായ ജീവിതം കൊണ്ട് മാനവരാശിക്ക് മാതൃക കാണിച്ച ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ഉമ്മ ഹാജറ ബീബിയുടെയും സ്മരണകൾ ഉണർത്തുന്ന ഈദുൽ അസ്ഹ വലിയ പെരുന്നാൾ സമാഗതമായി. മറന്നുപോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത്. അതിനിടയിൽ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ഓർമ്മ പെരുന്നാൾ. പെരുന്നാൾ പൊലിവ് വിശ്വാസികൾക്ക് സുഹൃതങ്ങളുടെ ഉത്സവകാലമാണ്. ആത്മീയ ചൈതന്യം വീണ്ടെടുക്കാനുള്ള ധന്യമുഹൂർത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെയും തൻ്റെ മുസ്ലിമിനെയും തിരിച്ചറിഞ്ഞു. പാരമ്പര്യത്തിലേക്കുള്ള മടക്കയാത്രയാണ് ബലിപ്പെരുന്നാൾ. പരിശുദ്ധ മക്കയും പുണ്യ മദീനയും കഅബയും മിനയും അതിലേക്കുള്ള സൂചകങ്ങളാണ്. സഫയും മർവയും സംസവും പാരമ്പര്യത്തിൻ്റെ അടയാളങ്ങളാണ്. സന്താന സൗഭാഗ്യമില്ലാതെ ജീവിതം വാർദ്ധക്യദശ പ്രാപിച്ചപ്പോൾ കനിഞ്ഞുകിട്ടിയ ഓമന പൂമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പിച്ച വെച്ച് നടക്കുന്ന ഇളം തെന്നൽ. ഏതൊരു പിതാവിൻ്റെ ഹൃദയം ആനന്ദത്താൽ പുളകിതമാകുന്ന സന്ദർഭം. അപ്പോൾ അതാ ജഗന്നിയന്താവിൻ്റെ അറിയിപ്പ്: കുട്ടിയെ അറുക്കുക. അറുക്കുവാനുള്ള യാത്രാ വഴി മധ്യേ പിശാചിൻ്റെ ദുർബോധനം. കല്ലുകൊണ്ടായിരുന്നു ഇബ്രാഹിം നബിയുടെ മറുപടി. അതാണ് ഇന്നത്തെ മിനയിലെ കല്ലെറിയലിൻ്റെ പശ്ചാത്തലം. കുഞ്ഞുമോൻ്റെ ഓമനമുഖം കാണാതിരിക്കാൻ മകനെ കമിഴ്ത്തിക്കിടത്തി അറുക്കാൻ കത്തിയെടുക്കുന്നു. ലോകചരിത്രത്തിൽ തുല്യതയില്ലാത്ത മുഹൂർത്തം. ലോകപ്രകമ്പനം കൊണ്ടു അണ്ടകടാഹം ഞെട്ടിവിറച്ചു. സർവം ശോകാമുഖം. ഏതാനും നിമിഷങ്ങൾക്കകം പൊന്നോമന മകൻ്റെ തല വേർപ്പെടാൻ പോവുകയാണ്. ഇളം കുരുന്നിൻ്റെ ചൂട് ചോര ചാലിട്ടൊഴുകാൻ പോകുന്നു. എങ്കിലും ഇരു ഹൃദയങ്ങളിലും ഈമാനിൻ്റെ കരുത്ത്. ഒടുവിലവർക്ക് ആശ്വാസത്തിൻ്റെ ഇളം തെന്നലായി ജിബ്രീൽ അലൈഹിസ്സലാം കടന്നുവന്നു. നാഥൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച വിവരം അറിയിക്കുന്നു. മകന് പകരം ഒരാടിനെ അറുക്കാൻ നൽകുന്നു. ഈ ഒരു സംഭവ സ്മരണാർത്ഥമാണ് ബലികർമ്മം പുണ്യകരമായത്. ഒരു പിടി ഓർമ്മകളുടെ മധുരച്ചെപ്പ് തുറന്നുകൊണ്ട് വീണ്ടും നമ്മിലേക്ക് ആഗതമാകുന്ന ബലിപ്പെരുന്നാൾ സുദിനത്തെ നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ നാം തയ്യാറാവുക. അനാചാരങ്ങൾ കൊണ്ട് അതിൻ്റെ ചൈതന്യം ഹനിക്കാതെ ധാർമ്മികതയുടെ വർണ്ണപ്പൂക്കളാൽ നമുക്കൊരുങ്ങാം ആ പുണ്യദിനത്തെ വരവേൽക്കാൻ. ഇന്ന് ചൊവ്വാഴ്ചയാണ് അറഫ സംഗമം. നാളെ ബുധനാഴ്ചയാണ് സൗദിയിൽ വലിയ പെരുന്നാൾ ആഘോഷം. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നാളെ ബുധനാഴ്ചയാണ് അറഫ നോമ്പ്, വ്യാഴാഴ്ച വലിയ പെരുന്നാളും. ഏവർക്കും ജയനാഥത്തിൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ.